ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലത് മാത്രം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇന്ന് ടാലിയിൽ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് വാല്യൂ ആഡഡ് ടാക്സ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോയ ഒരു ടാക്സാണ്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യാത്തൊരു ടാക്സാണ്. എന്നാൽ ഗൾഫ് കൺട്രീസിലൊക്കെ പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ട് വരുന്നൊരു ടാക്സാണ് വാറ്റ് എന്ന് പറയുന്നത്, വാല്യൂ ആഡഡ് ടാക്സ്. അതായത് ഇന്ത്യയിൽ ഏകദേശം 2017 ജൂൺ വരെ യൂസ് ചെയ്തിരുന്നൊരു ടാക്സ് ആയിരുന്നു വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ്. ഈ വാറ്റ് കംപ്ലീറ്റ് ഐറ്റത്തിന് ബേസ് ചെയ്തിട്ട് വരുന്ന ടാക്സാണ് വാറ്റ്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരികയാണ് വാറ്റിനെ കുറിച്ച്. അപ്പോൾ വാറ്റ് ഓരോ സ്റ്റേറ്റിലും ഡിഫറെൻ്റ് ആയിട്ടൊക്കെ അവർ കാൽക്കുലേഷൻ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റേറ്റിലും അവരവരെ സ്റ്റേറ്റിൻ്റെ പ്രൊഡക്ഷനൊക്കെ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ട് വാറ്റിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് കാൽക്കുലേഷൻ ചെയ്ത് കണ്ടുപിടിക്കുകയായിരുന്നു. പക്ഷേ അതിനുശേഷം GST വന്നു. GST തനിച്ച് ക്ലാസ് ഉണ്ട്, അതിൽ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. GST വന്നതോടുകൂടെ ഇന്ത്യ ടോട്ടൽ കോമൺ ടാക്സ് ആയിട്ട് GST നമുക്ക് മാറി. പക്ഷേ വാറ്റ് ഉണ്ടായിരുന്ന സമയത്ത് ഓരോ സ്റ്റേറ്റിനും തനിച്ച് പെർസെൻറ്റേജൊക്കെ ടാക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഐറ്റം ബേസ് ചെയ്തിട്ട് വരുന്നൊരു ടാക്സാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വാറ്റിൻ്റെ ആവശ്യമില്ല. എന്നാലും നമ്മളൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഈ വാറ്റ് എന്ന് പറയുന്ന ടാക്സിനെ പഠിക്കുന്നത്. ഗൾഫിൽ പോകുന്നവർക്ക് യൂസ് ആവും, അല്ലാതെ ഇവിടെ ഉള്ളവർക്ക് നമുക്കൊരു എക്സ്പീരിയൻസ്, ഇങ്ങനൊരു ടാക്സ് ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ യൂസേജ് ഇങ്ങനെയൊക്കെ ആണല്ലോ, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടും നമുക്ക് GST എളുപ്പമാവാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് വാറ്റ് പഠിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സമ്മ് ഞാൻ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ സമ്മ് ആൾറെഡി നമ്മൾ ചെയ്തതാണ്. നമ്മൾ ഓൾറെഡി ഐറ്റം ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ട് ചെയ്ത സമ്മ് തന്നെയാണ്. അതിൻ്റെ സെയിം എമൗണ്ട് തന്നെയാണ് ഇതിലും വരുന്നത്. അപ്പോൾ ഞാൻ ഓപ്പണിംഗ് ബാലൻസ് ഇനിയും ചെയ്ത് സമയം കളയുന്നില്ല എന്ന് കരുതി ഞാൻ ഓൾറെഡി ഓപ്പണിംഗ് ബാലൻസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ഈ സമ്മിൽ നമ്മൾ ഐറ്റം ക്രിയേഷൻ തൊട്ടിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരെ ഐറ്റം ക്രിയേഷൻ ചെയ്യാൻ പോവുക. അപ്പോൾ ആദ്യമായി എനിക്ക് പറയാനുള്ളത്, ഐറ്റം ക്രിയേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളെല്ലാവരെയും നൗഫൽ KMG എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ഇൻവെൻട്രി ഇൻഫോയിൽ പോയതിന് ശേഷം ഇവിടെ സ്റ്റോക്ക് ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ നമുക്ക് സ്റ്റോക്ക് ഗ്രൂപ്പില്ല, സ്റ്റോക്ക് കാറ്റഗറിയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഫീച്ചർ ഓൺ ചെയ്യാം. F11 ഇൻവെൻട്രി ഫീച്ചർ ഓൺ ചെയ്ത് നമ്മളെ കമ്പനീനെ ചൂസ് ചെയ്തതിന് ശേഷം മെയിൻറ്റെയിൻ സ്റ്റോക്ക് കാറ്റഗറീസ് എന്നുള്ള ഓപ്ഷൻ S കൊടുക്കുക, സേവ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് കാറ്റഗറീസ് വന്നു. ഇവിടെ നമ്മൾ സോപ്പ്, ഷാമ്പു, ടൂത്ത് പേസ്റ്റ് കൺട്രോൾ A കൊടുക്കുക. ആ 3 കാറ്റഗറീസും കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് യൂണിറ്റ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ യൂണിറ്റ് ക്രിയേഷനിൽ പോയിട്ട് നോസ്, നമ്പേഴ്സ്, യൂണിറ്റും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ നെയിം നമ്മൾ ലെക്സ് എന്ന് കൊടുത്തു. ഇവിടെ നമ്മൾ അണ്ടർ വന്നിട്ട് ഇല്ല, കാരണം ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് ഇല്ലാത്തതുകൊണ്ട് അത് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമുക്ക് നമ്മൾ സാധാരണ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. സോപ്പ് തന്നെയാണ്. നമ്പേഴ്സ് കൊടുത്തു. അൾട്ടർനേറ്റ് യൂണിറ്റ് ഇല്ല, അപ്പോൾ നമ്മൾ ആ ഓപ്ഷൻ ഓഫ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് F12 പ്രസ് ചെയ്യുക. യൂസ് അൾട്ടർനേറ്റ് യൂണിറ്റ് ഫോർ സ്റ്റോക്ക് ഐറ്റം എന്നുള്ള ഓപ്ഷൻ ഓ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പർച്ചേസ് പ്രൈസും സെല്ലിംഗ് പ്രൈസും ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പർച്ചേസ് പ്രൈസ് 15, അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് വന്നിട്ട് 20. ഇത്രയും കൊടുത്ത് നമ്മൾ എൻ്റർ കൊടുത്ത് സേവ് ചെയ്ത് പോവാറാണ് സാധാരണ പതിവ്. പക്ഷേ ഇനി നമുക്ക് വാറ്റ് ചെയ്യണം. അപ്പോൾ വാറ്റ് എന്ന് പറയുന്ന ഒരു ടാക്സ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു ടാക്സ് ഫീച്ചർ ഓൺ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് F11 പ്രസ് ചെയ്യുക. അതിൽ നമുക്ക് 3 ഫീച്ചർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു, F1, F2, F3. അതായത് F3യിലാണ് നമുക്ക് വേണ്ട ടാക്സിൻ്റെ ഫീച്ചറൊക്കെ ഉള്ളത്. അപ്പോൾ F3 എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതായത് സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ എന്നുള്ള ഫീച്ചർ. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമതായിട്ട് കാണാം എനേബിൾ വാല്യൂ ആഡഡ് ടാക്സ് വാറ്റ് സെറ്റ് ഓർ അൾട്ടർ വാറ്റ് ഡീറ്റെയിൽസ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമൊന്നുമല്ല, പക്ഷെ നമുക്കൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നമുക്ക് പഠിക്കാമെന്നുള്ളൂ. ഇവിടെ നമ്മൾ S കൊടുക്കുക, ഇവിടെയും നമ്മൾ S കൊടുക്കുക. ഈ 2 ഫീച്ചറിന് S കൊടുക്കുക. അപ്പോൾ സ്റ്റേറ്റ് ചോദിക്കും. അപ്പോൾ സ്റ്റേറ്റ് നമുക്ക് ഏത് സ്റ്റേറ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ, കേരളമാണ് കേരള, തമിഴ്നാടാണ് തമിഴ്നാട്, ഏതാ സ്റ്റേറ്റ് വേണ്ടതെന്ന് വെച്ചാൽ ആ സ്റ്റേറ്റ് നമ്മളവിടെ സെലക്ട് ചെയ്യാം.
തമിഴ്നാടാണ് തമിഴ്നാട് കൊടുക്കുക, കേരളമാണ് കേരള കൊടുക്കുക. ടിൻ നമ്പർ, പിന്നെ സെയിൽസ് ടാക്സ് നമ്പർ, സെറ്റ് ഓർ അൾട്ടർ ടാക്സ് ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എസ് കൊടുത്തിട്ട് ടാക്സ് റേറ്റ്, സെസ്, ടാക്സ് ടൈപ്പ് ഇതെല്ലാം നമുക്ക് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ഓപ്ഷൻ, നമ്മൾ ഡിഫാൾട്ടായിട്ട് ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ലാണ്ട് നമുക്ക് ലാസ്റ്റ് അവിടെ വേണമെങ്കിലും നമ്മൾ ചെയ്യുന്ന ഐറ്റം ക്രിയേഷൻ അവിടെ വെച്ചിട്ട് നമുക്ക് കൊടുക്കാം. ഡീആക്ടിവേറ്റ് ഫ്രം എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ കാരണം ഞാൻ പറഞ്ഞില്ല ആൾറെഡി ഇത് നമ്മൾ എടുത്ത് പോയിട്ടുണ്ട്, ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഡീആക്ടിവേറ്റ് ഫ്രം എന്നുള്ളത് ഇവിടെ ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡീആക്ടിവേറ്റ് ആ ഡേറ്റ് ഇവിടെ കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ തന്നെ, ഈ ഫീച്ചർ തന്നെ നമുക്കിതിൽ കാണില്ല. ഒറിജിനൽ വേർഷനിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കൊടുക്കുക. നമ്മൾ സ്റ്റേറ്റ് മാത്രം സെലക്ട് ചെയ്തു എൻ്റർ കൊടുത്ത് സേവ് ചെയ്യാം. നമ്മൾ പാൻ കാർഡ് നമ്പർ ഉണ്ടെങ്കിൽ ആ പാൻ കാർഡ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് എൻ്റർ ചെയ്യുക, സേവ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാം ഡിഫാൾട്ടായിട്ട് ഒരു ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ടാകും, വാറ്റ് അപ്ലിക്കബിൾ. അപ്പോൾ അവിടെ അപ്ലിക്കബിൾ എന്നുള്ളതിന് കൊടുക്കുക, എന്നിട്ട് സെറ്റ് ഓർ അൾട്ടർ വാറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷന് എസ് കൊടുക്കുക. ഇതാണ് ഞാൻ ഇവിടുന്ന് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് 5% വാറ്റാണ് വരുന്നത്. അപ്പോൾ 5% എന്നുള്ളത് കൊടുക്കുക. സെസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ അതിന് ആവശ്യമില്ല, 0 എന്ന് തന്നെ കൊടുക്കുക. ഇത്രയും മാത്രമേ നമ്മൾ ഐറ്റം ക്രിയേഷൻ ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ഐറ്റത്തിന് വരുന്ന ടാക്സ് ആണ് വാറ്റ്, അതുകൊണ്ട് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ആ ഫീച്ചർ കൊടുക്കേണ്ടത്. ഇത് അവിടെ അപ്ലിക്കബിൾ എന്ന് കൊടുക്കുക, മുകളിൽ താഴെ എസ് എന്ന് കൊടുക്കുക, ഇവിടെ 5% എന്ന് കൊടുക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് എൻ്റർ ചെയ്യുക, സേവ് ചെയ്യാം. ഇനി അടുത്ത 2 ഐറ്റത്തിനും അതുപോലെ തന്നെ ചെയ്യാം. ക്ലിനിക് പ്ലസ് ഷാമ്പു, നോസ്, ഇവിടെ എസ് കൊടുക്കുക, അതിൻ്റെ പർച്ചേസ് പ്രൈസും അതിൻ്റെ സെല്ലിംഗ് പ്രൈസും. ഇവിടെ അപ്ലിക്കബിൾ, ഇവിടെ എസ്, ഇവിടെ 5%. നെക്സ്റ്റ് വന്നിട്ട് കോൾഗേറ്റ്, ടൂത്ത് പേസ്റ്റ്, അതിൻ്റെ പർച്ചേസ് പ്രൈസ്, അതിൻ്റെ സെല്ലിംഗ് പ്രൈസ്. ഇവിടെ എസ് കൊടുക്കുക, ഇവിടെ 5%, സേവ് ചെയ്യാം. ഇത് നമുക്ക് 2 രീതിയിലായിട്ട് ചെയ്യാം. അതായത് ഈ ഐറ്റത്തിന് ബേസ് ചെയ്തിട്ട് വരുന്ന ടാക്സ് ആയ വാറ്റ് ഐറ്റത്തിന് ബേസ് ചെയ്തിട്ട് വരുന്നതായതുകൊണ്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്തൊക്കെ ലെഡ്ജറിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ടാക്സിനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് ആൾറെഡി ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ലൊക്കേഷനിൽ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന ആൾറെഡി ചെയ്തിട്ട് ചെയ്യുന്നില്ല, പർട്ടിക്കുലർ ലൊക്കേഷനിൽ വെച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും. അപ്പോൾ നമ്മൾ ആദ്യം പർച്ചേസ് വൗച്ചർ എടുക്കുക. നമ്മൾ കഴിഞ്ഞ സബ്മിറ്റ് ചെയ്ത അതേപോലെ തന്നെ സപ്ലയേഴ്സ് ഇൻവോയ്സ് നമ്പർ, ഇവിടെ നമ്മൾ ഈ ഓപ്ഷൻ ഹൈഡ് തന്നെ വെക്കണം, എന്നാലേ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ സമ്മിന് കുഴപ്പമില്ല, പക്ഷേ ഇനി വരുന്ന സമ്മിൽ 2, 3 ടാക്സ് ഒക്കെ വരുന്ന സമയത്ത്, വാറ്റ് വരുന്ന സമയത്ത്, അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വാറ്റ് വരുന്ന സമയത്ത് ഈ ഓപ്ഷൻ, അതായത് ഇവിടെ പർച്ചേസ് എന്നുള്ള കൊടുക്കുന്ന ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമുക്ക് ഇനി ഈ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുന്നതായിരിക്കും നന്നാവുക. ഓക്കെ, അപ്പോൾ ഈ ഓപ്ഷൻ ഇവിടെ വരാനുള്ള ഫീച്ചർ മറന്നു പോയവർക്ക് ഒന്നും കൂടെ ഞാൻ പറയാം. F12 പ്രസ് ചെയ്യുക, യൂസ് കോമൺ ലെഡ്ജർ ഐറ്റം അലൊക്കേഷൻ എന്നുള്ള ഓപ്ഷൻ നോ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഡിഫോൾട്ടായിട്ട് പർച്ചേസ് എന്നുള്ളത് ഇവിടുന്ന് ഹൈഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനി സപ്ലൈസ് ഇൻവോയ്സ് നമ്പർ, ബിൽ നമ്പർ കൊടുക്കുക, 101, പാർട്ടീസ് അക്കൗണ്ട് നെയിം വൈറ്റൽ ദാസ്, ആൻഡ് ഐറ്റം ലെക്സ് 200 നമ്പേഴ്സ്. ഇതുവരെ നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ നമ്മൾ ആൾട്ട് യൂസ് ചെയ്തിട്ട് പർച്ചേസ് ക്രിയേറ്റ് ചെയ്യും, അതും നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. പർച്ചേസ് കൊടുത്തിട്ട് പർച്ചേസിൻ്റെ അക്കൗണ്ട് സെലക്ട് ചെയ്യുക, സേവ് ചെയ്യുക, അത്രേ ചെയ്യാറുള്ളൂ. പക്ഷേ ഇവിടെ വേറെ പുതിയൊരു സംഭവം കൂടെ വന്നിട്ടുണ്ട്. ഈസ് വാറ്റ് ഓർ CST അപ്ലിക്കബിൾ എന്നുള്ള ഓപ്ഷനിൽ അപ്ലിക്കബിൾ എന്ന് കൊടുക്കുക. ഇവിടെ സെറ്റ് ഓർ അൾട്ടർ വാറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളിടത്ത് എസ്സും കൊടുക്കുക. കാരണം അവിടെ എസ് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ടാക്സിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണിക്കുള്ളൂ. എന്നിട്ട് ഇവിടെ എസ് കൊടുത്തതിന് ശേഷം ഇവിടെ പർച്ചേസ് ടാക്സബിൾ, നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ എന്നുള്ളിടത്ത് പർച്ചേസ് ടാക്സബിൾ എന്ന് സെലക്ട് ചെയ്യുക. ടാക്സ് റേറ്റ് എന്നുള്ളിടത്ത് 5% കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് എൻ്റർ ചെയ്യുക. ഓക്കെ, ഇനി സാധാരണ നമ്മൾ എന്ത് ചെയ്യും, എൻ്റർ ചെയ്ത് ന്യൂ റെഫറൻസ് കൊടുത്ത് അങ്ങനെ സേവ് ചെയ്ത് പോകാറാണ് പതിവ്. പക്ഷേ ഇനി ഇവിടെ നമ്മൾ പുതിയൊരു കാര്യം കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേരാണ് ഇൻപുട്ട് ടാക്സ് എന്ന് പറയും. ആൾട്ട് യൂസ് ചെയ്യുക, ഇൻപുട്ട് വാറ്റ് എന്ന് കൊടുക്കാം. ഇൻപുട്ട് വാറ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് 5%.
അത് നിർബന്ധമൊന്നുമില്ല, മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് അണ്ടർ വരുന്നത് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ അണ്ടറിലാണ് വരിക. ഇവിടെ വാറ്റ് എന്നുള്ളതിന് ടൈപ്പ് ഓഫ് ഡ്യൂട്ടി എന്നുള്ളിടത്ത് വാറ്റ് എന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ 5% കൊടുക്കുക. ഇതൊന്നും ആവശ്യമില്ല. എന്നിട്ട് സേവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഐറ്റത്തിൻ്റെ 5% വരും. ഇപ്പോൾ എന്താണ് ഇൻപുട്ട് വാറ്റ് എന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഐറ്റത്തിന് ബേസ് ചെയ്തിട്ട് വരുന്ന ടാക്സ് ആണ് വാറ്റ്. ഐറ്റത്തിന് മാത്രമേ വാറ്റ് വരുള്ളൂ. അപ്പോൾ നമ്മൾ ഐറ്റം സെലക്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ വാറ്റ് വന്നത്. ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ ഇൻപുട്ട് വാറ്റ് എന്നുള്ള പേര് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഐറ്റത്തിന് വരുന്ന ടാക്സ് ആണല്ലോ വാറ്റ്. അപ്പോൾ ഐറ്റം നമ്മൾ പർച്ചേസ് ചെയ്യല്ലേ. അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് നമ്മളതിനെ ഇൻപുട്ട് വാറ്റ് എന്നും പറയും. ഐറ്റം സെയിൽ ചെയ്യുന്ന സമയത്ത് അതിനെ നമ്മൾ ഔട്ട്പുട്ട് വാറ്റ് എന്നും പറയും. അത് വേണേൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. പർച്ചേസ് ചെയ്യുമ്പോഴും പർച്ചേസ് റിട്ടേൺ ചെയ്യുമ്പോഴും ഇൻപുട്ട് വാറ്റ് എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യും. സെയിൽ ചെയ്യുന്ന സമയത്തും സെയിൽസ് റിട്ടേൺ ചെയ്യുന്ന സമയത്തും ഔട്ട്പുട്ട് വാറ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് വാറ്റ് കൊടുക്കുക. ബാക്കിയുള്ളതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ന്യൂ റെഫറൻസ് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. ഇനി അടുത്തൊരു എൻട്രിയും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് പക്കായി മനസ്സിലാവും. അപ്പോൾ 102 അടുത്ത ബിൽ നമ്പർ കൊടുത്തു. അടുത്ത പാർട്ടി നെയിം ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. കിം എൻ്റർപ്രൈസസ് പാർട്ടീസ് യൂസ് ചെയ്തിട്ട് കിം എന്ന് കൊടുത്തു. സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്, അതവിടെ കൊടുക്കുക, സേവ് ചെയ്യുക. ഇതൊക്കെ ആസ് യൂഷ്വലൈസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇവിടെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പം നമുക്ക് ഡിഫറൻറ്റ് വരിക. അപ്പോൾ ഇവരുടെ നിന്ന് നമ്മൾ മേടിക്കുന്നത് ക്ലിനിക് പ്ലസ് ആണ്. അപ്പോൾ ക്ലിനിക് പ്ലസ് സെലക്ട് ചെയ്യുക. 200 ക്വാണ്ടിറ്റീസ് കൊടുക്കുക. റേറ്റ് വന്നു. ഇവിടെ നമ്മൾ ആൾറെഡി ചെയ്ത് വെച്ച പർച്ചേസിനെ സെലക്ട് ചെയ്യുക. എൻ്റർ കൊടുക്കുക. ഒരു വട്ടം കൂടെ എൻ്റർ ചെയ്യണേ. ഇവിടെ കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരില്ല, കാരണം ഇത് ഐറ്റം കൊടുക്കുന്ന കോളാണ്. ഒന്നും കൂടെ എൻ്റർ ചെയ്തിട്ട് ഇൻപുട്ട് വാറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്നുള്ളത് അവിടെ വന്നോളും. ന്യൂ റെഫറൻസ് കൊടുക്കുക, സേവ് ചെയ്യുക. അത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ റിട്ടേൺ ആണ് വരുന്നത്. അപ്പോൾ കൺട്രോൾ F9 കൊടുക്കുക. ഐറ്റം ഏതൊക്കെ കേസിൽ വരും? അപ്പോൾ പർച്ചേസിൽ വരും, പർച്ചേസ് റിട്ടേണിൽ വരും, സെയിൽസിൽ വരും, സെയിൽസ് റിട്ടേണിൽ വരും. ഈ 4 കേസിലാണ് മാക്സിമം നമുക്ക് ഐറ്റംസ് വരാറ്. ഈ ഐറ്റം വരുന്നതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ടാക്സിനെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ബിൽ നമ്പർ കൊടുക്കുക. പാർട്ടീസ് അക്കൗണ്ട് നെയിം വന്നിട്ട് നമുക്ക് വൈറ്റൽഡാസ് ആണ്. പാർട്ടീസ് അക്കൗണ്ട് നെയിം വൈറ്റൽഡാസ് ആണ്. അപ്പോൾ വൈറ്റൽഡാസിന് നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നമ്മൾ ലെക്സ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അവർക്ക് റിട്ടേൺ ചെയ്യുന്നത് 25 ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ 25 ഇവിടെ കൊടുക്കുക. ഇതിൽ നമ്മൾ സാധാരണ എൻ്റർ എടുത്ത് പോകാൻ പാടില്ല. എൻ്റർ കൊടുത്തിട്ട് എൻഡ് ഓഫ് ലിസ്റ്റിൽ വന്നിട്ട് അവിടെ ഇൻപുട്ട് വാറ്റിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ടാക്സ് എമൗണ്ട് എത്രയാണെന്നുള്ളത് വരും. ഓക്കെ, എഗെയിൻസ്റ്റ് റെഫറൻസ് ഇതൊക്കെ നമ്മൾ ആൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അടുത്ത കിം എൻ്റർപ്രൈസിന് റിട്ടേൺ വരുന്നുണ്ട്. അപ്പോൾ കിം എൻ്റർപ്രൈസിൻ്റെ ബിൽ നമ്പർ കൊടുക്കുക. കിം എൻ്റർപ്രൈസിന് സെലക്ട് ചെയ്യുക. അവരുടെ നമ്മൾ ക്ലിനിക് പ്ലസ് ആണ് മേടിച്ചിട്ടുള്ളത്. ക്വാണ്ടിറ്റി ഇവിടെ കുറയുന്നത് നിങ്ങൾക്ക് കാണാം. സെലക്ട് ചെയ്തിട്ട് അതും 25 ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. എൻ്റർ ചെയ്യുക. ഇവിടെ പർച്ചേസിന് കൊടുക്കാം, പർച്ചേസ് റിട്ടേണും ക്രിയേറ്റ് ചെയ്യാം, നോ പ്രോബ്ലം. ഇവിടെ അതേപോലെ ഇൻപുട്ട് വാറ്റ് 5% എന്നുള്ളതിനെ സെലക്ട് ചെയ്യുക. എൻ്റർ കൊടുക്കുക. എഗെയിൻസ്റ്റ് റെഫറൻസ് കൊടുക്കുക, സേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പർച്ചേസ് റിട്ടേൺ രണ്ടും കഴിഞ്ഞു. ഇനി നമുക്ക് സെയിൽസ് ചെയ്യാനുണ്ട്. റെൻസി എക്സ്പോർട്ടേഴ്സിന് സെയിൽസ് ചെയ്യാനുണ്ട്. അപ്പോൾ സെയിൽസ് വൗച്ചർ എടുക്കുക. സെയിൽസ് വൗച്ചർ നമുക്ക് ബിൽ നമ്പർ എഡിറ്റ് ചെയ്യണം. അപ്പോൾ എസ്കേപ്പ് കൊടുത്തിട്ട് ഇൻവെൻട്രി ഇൻഫോയിലേക്ക് പോവാം. വൗച്ചർ ടൈപ്സ്, അതിൽ അൾട്ടർ, അതിൽ നമുക്ക് ഏത് വൗച്ചറിനെയാണോ എഡിറ്റ് ചെയ്യേണ്ടത് ആ വൗച്ചറിനെ സെലക്ട് ചെയ്യുക. മെത്തേഡ് ഓഫ് വൗച്ചർ നമ്പറിങ് മാനുവൽ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ സേവ് ചെയ്യുക. ഓക്കെ, എസ്കേപ്പ് കൊടുക്കുക. വൗച്ചറിലേക്ക് വരിക. സെയിൽസ് വൗച്ചറിൽ നമ്മൾ ബിൽ നമ്പർ കൊടുക്കുക. 4001 പാർട്ടീസ് അക്കൗണ്ട് നെയിം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. Alt C യൂസ് ചെയ്തിട്ട് റെൻസി എക്സ്പോർട്ടേഴ്സിന് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ അവർക്ക് സെയിൽ ചെയ്ത കാരണം സൺഡേ ഡെപ്റ്റാസ് ആയിട്ടാണ് വരിക. അതവിടെ കൊടുത്തു, സേവ് ചെയ്യാം. സെയിൽ ചെയ്യുന്ന ഐറ്റം ലെക്സ് ആണ്. 150 ക്വാണ്ടിറ്റിയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. എൻ്റർ ചെയ്യുക. ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ പർച്ചേസ് ചെയ്ത പോലെ സെയിൽസിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. സെയിൽസ് ലെഡ്ജറിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. സെയിൽസ് ആണ് അണ്ടർ വരിക. താഴെ അപ്ലിക്കബിൾ, ഇവിടെ എസ് കൊടുക്കുക. ഇവിടെ നമ്മൾ പർച്ചേസ് ടാക്സബിൾ എന്നായിരുന്നു പർച്ചേസ് കൊടുത്തിരുന്ന സമയത്ത് കൊടുത്തത്. സെയിൽ ചെയ്ത സമയത്ത് സെയിൽസ് ടാക്സബിൾ എന്ന് കൊടുക്കുക. ഇവിടെ അതിൻ്റെ 5% കൊടുക്കുക. എന്നിട്ട് എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക. ഇനി നമ്മൾ ഒന്ന് ഓർത്ത് നോക്കിയേ, പർച്ചേസ് റിട്ടേൺ ഇൻപുട്ട് വാറ്റ് നമ്മൾ യൂസ് ചെയ്തപ്പം സെയിൽ ചെയ്യുമ്പോൾ എന്തായിരിക്കും കൊടുക്കുക? അത് തന്നെ ഔട്ട്പുട്ട് വാറ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് Alt C യൂസ് ചെയ്തിട്ട് ഔട്ട്പുട്ട് വാറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം.
ഔട്ട്പുട്ട് വാറ്റ് അറ്റ് 5%. അതിൻ്റെ അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് കൊടുക്കുക, ഇവിടെ വാറ്റ് കൊടുക്കുക, ഇവിടെ 5% കൊടുക്കുക, എന്നിട്ട് സേവ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക് അതിൻ്റെ 5% വാറ്റ് ഇവിടെ വന്നു. ഓക്കെ, എൻ്റർ ചെയ്യുക, ന്യൂ റെഫറൻസ് കൊടുക്കുക, സേവ് ചെയ്യുക. ഇനി നമുക്ക് രാംലാൽ ട്രേഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഓപ്പണിംഗ് ബാലൻസ് റിസീവ് ആകുന്നുണ്ട്. അപ്പോൾ ഇനി അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ റെസിപ്റ്റ് വൗച്ചർ എടുത്തു, രാംലാൽ ട്രേഡേഴ്സിനെ നമ്മൾ ചൂസ് ചെയ്തു. രാംലാൽ ട്രേഡേഴ്സിൻ്റെ എഗെയിൻസ്റ്റ് റെഫറൻസ് കൊടുത്തു, ഓപ്പണിംഗ് ബാലൻസ് സെലക്ട് ചെയ്തു. ക്യാഷ് ആയിട്ടാണ് നമുക്ക് റിസീവ് ആയിട്ടുള്ളത്, അപ്പോൾ ക്യാഷ് കൊടുത്തു, സേവ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഹാൻഡ് ആൻഡ് ട്രേഡിംഗ് എന്ന് പറഞ്ഞ ആൾക്ക് ഒരു 150 നമ്പേഴ്സ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സെയിൽസ് വൗച്ചർ എടുത്തു, 4002 ബിൽ നമ്പർ കൊടുത്തു. ഹാൻഡ് ആൻഡ് ട്രേഡിംഗ് ആണ്, അപ്പോൾ ഹാൻഡ് ആൻഡ് നമ്മൾ ചെയ്യുമ്പോൾ ഒക്കെ ഫുൾ പേര് കൊടുത്ത് ചെയ്യുക. ഞാൻ കൂടുതൽ സമയം എടുക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഫുൾ ടൈപ്പ് ചെയ്യാത്തത്. സൺഡേ ഡെപ്റ്റാസ് കൊടുക്കുക, സേവ് ചെയ്യുക. ഇനി ഐറ്റം എന്താണ് നമ്മൾ സെയിൽ ചെയ്യാൻ പോകുന്നത്? ഇവിടെ ക്ലിനിക് പ്ലസ് ആണ് സെയിൽ ചെയ്യുന്നത്, 150 നമ്പേഴ്സ്. സെയിൽസ് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചതിനെ സെലക്ട് ചെയ്യുക. ഇവിടെ മറക്കരുത് ഔട്ട്പുട്ട് വാറ്റിനെ സെലക്ട് ചെയ്യുക, ന്യൂ റെഫറൻസ് കൊടുക്കുക, സേവ് ചെയ്യുക. ഇനി റെൻസി എക്സ്പോർട്ടേഴ്സിൻ്റെ അടുത്ത് ചെക്ക് നമുക്ക് റിസീവ് ആകുന്നുണ്ട്. അപ്പോൾ റെൻസി എക്സ്പോർട്ടേഴ്സിനെ സെലക്ട് ചെയ്യുക, എഗെയിൻസ്റ്റ് റെഫറൻസ് കൊടുക്കുക. അവർ അമൗണ്ട് 4001 എന്ന് പറഞ്ഞ ബില്ല് നമുക്ക് ചെക്കായിട്ട് കിട്ടി. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ബാങ്ക് കനറ ബാങ്ക് ആണ്. അത് നിങ്ങൾക്ക് എവിടെ ഉണ്ടാവും എന്ന് വെച്ചാൽ ഓപ്പണിംഗ് ബാലൻസ് ചെയ്യുന്ന സമയത്ത് അസറ്റ് സൈഡിലുണ്ടാവും ബാങ്ക്. അപ്പോൾ അതിൽ ഏത് ബാങ്കാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ബാങ്ക് ആയിരിക്കും നമ്മളെ ബാങ്ക് എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ ഒറിജിനലായി നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളിങ്ങനെ പഠിക്കുന്ന സമയത്തേ ഉള്ളൂ ഒക്കെ നമ്മൾ ഇമാജിൻ ചെയ്ത് പഠിക്കേണ്ട ആവശ്യം. ഓക്കെ, വർക്ക് ചെയ്യുമ്പോൾ അതെല്ലാം നമുക്ക് ഈസിയായി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ റെൻസി എക്സ്പോർട്ടേഴ്സിൻ്റെ അടുത്ത് ചെക്ക് റിസീവ് ആവുന്നത് നമ്മൾ ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്കുള്ളത് വൈറ്റൽലാസിന് നമ്മൾ 101 എന്ന് പറഞ്ഞ ബില്ലിനുള്ള അമൗണ്ട് നമ്മൾ പേ ചെയ്യാണ്. അപ്പോൾ വൈറ്റൽലാസിന് സെലക്ട് ചെയ്യുക, എഗെയിൻസ്റ്റ് റെഫറൻസ് കൊടുക്കുക, 101 എന്നുള്ള ബില്ല് സെലക്ട് ചെയ്യുക. ചെക്കായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ കനറ ബാങ്ക് എന്നുള്ളത് സെലക്ട് ചെയ്യുക, എന്നിട്ട് സേവ് ചെയ്യുക. ഇനി അടുത്ത് നമ്മളൊരു പർച്ചേസ് ഉണ്ട്, പിന്നെ ഒരു സെയിൽസ്. വൈറ്റൽലാസിൻ്റെ 101 ബില്ല് നമ്മളിപ്പോൾ പേയ്മെൻറ്റ് ചെയ്തു. ഇനി നമുക്കൊരു പർച്ചേസാണ് വരുന്നത്. വൈറ്റൽലാസിൻ്റെ അടുത്ത് തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ബിൽ നമ്പർ വന്നിട്ട് 103. ലെക്സ് തന്നെയാണ്, ഗോൾഗേറ്റ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഗോൾഗേറ്റ് 250 നമ്പേഴ്സാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. പർച്ചേസ് എന്നുള്ള ലെഡ്ജറിനെ സെലക്ട് ചെയ്യുക, ഇൻപുട്ട് വാറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ടാക്സ് എമൗണ്ട് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ചില സമയത്ത് നമ്മൾ അണ്ടറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അവിടെ ടാക്സ് എമൗണ്ട് വരില്ല, വെറും ഇൻപുട്ട് വാറ്റ് മാത്രമേ കാണുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ കോൾഗേറ്റ് 200 നമ്പേഴ്സ് റെൻസി എക്സ്പോർട്ടേഴ്സിന് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് 4003. നെയിം ഓഫ് ഐറ്റം കോൾഗേറ്റ് ആണ്, 200 ക്വാണ്ടിറ്റി. സെയിൽസ് എന്നുള്ള ലെഡ്ജറിനെ സെലക്ട് ചെയ്യുക, ഇവിടെ ഔട്ട്പുട്ട് വാറ്റ് എന്നുള്ളതിനെ ചൂസ് ചെയ്യുക, ന്യൂ റെഫറൻസ് കൊടുക്കുക, സേവ് ചെയ്യുക. നമ്മളൊരു എൻട്രി ചെയ്തു എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്, ജസ്റ്റ് ചെക്ക് ചെയ്യണേ. അത് നിങ്ങൾക്കും പഠിക്കാമല്ലോ. ജസ്റ്റ് പേജപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ ചെയ്ത എൻട്രീസൊക്കെ. നമ്മൾ ഇപ്പോൾ ഹാൻഡ് ട്രേഡിങ്ങിന് സെയിൽ ചെയ്തത് വന്നിട്ടുണ്ടോ നോക്കുകയാണ്. ഓക്കെ, വന്നിട്ടുണ്ട്. 4002. ഓക്കെ, റെഡി. അപ്പോൾ ഇനി നമുക്ക് റെൻ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. നമ്മൾ റെൻ്റ് ഔട്ട്സ്റ്റാൻഡിങ് കഴിഞ്ഞ വർഷത്തെ നമ്മൾ കൊടുക്കാനുള്ള ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള റെൻറ്റ് നമ്മൾ പേ ചെയ്യാണ്. അപ്പോൾ അതിന് പേയ്മെൻറ്റ് എടുക്കുക. ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് ഞാൻ റെൻറ്റ് OS എന്നാണ് കൊടുത്തിട്ടുള്ളത്. 1000 റുപ്പീസ് അവിടെ നമുക്ക് കാണിക്കുന്നുണ്ട് ഡിസ്പ്ലേയിൽ. ആ എമൗണ്ട് നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ക്യാഷ് സെലക്ട് ചെയ്യുക, ക്രെഡിറ്റിൽ സേവ് ചെയ്യാം.
നെക്സ്റ്റ് വന്നിട്ട് ഹാൻഡ് ആൻഡ് റൈഡിങ്ങിൻ്റെ അടുത്തും അതുപോലെ തന്നെ റെൻസി എക്സ്പോർട്ടേഴ്സിൻ്റെ അടുത്തും ക്യാഷ് റിസീവ് ആവുന്നുണ്ട്. രണ്ടും നമുക്ക് കോമ്പൗണ്ട് എൻട്രി ആയിട്ടും ചെയ്യാം, തനിച്ച് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കോമ്പൗണ്ട് എൻട്രി ആയിട്ട് ചെയ്യുന്നത് തനിച്ച് നമ്മൾ ചെയ്യുന്നത് നമുക്കറിയാമല്ലോ. നമുക്ക് കോമ്പൗണ്ട് എൻട്രി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഹാൻഡ് ആൻഡ് റൈഡിങ് സെലക്ട് ചെയ്യുക, എഗെയിൻസ്റ്റ് റെഫറൻസ് കൊടുക്കുക, അവർ അമൗണ്ട് കൊടുക്കുക. ഇത് വീണ്ടും സി തന്നെ കൊടുത്ത് എൻ്റർ ചെയ്യാം. അടുത്ത ആളാരാണ്? റെൻസി എക്സ്പോർട്ടേഴ്സ് ആണ്. അപ്പോൾ റെൻസി എക്സ്പോർട്ടേഴ്സ് സെലക്ട് ചെയ്യുക, എഗെയിൻസ്റ്റ് റെഫറൻസ് കൊടുക്കുക, അവർ അമൗണ്ട് സെലക്ട് ചെയ്യുക. ഇത് ഡെബിറ്റിൽ ക്യാഷ് കൊടുക്കുക. അപ്പോൾ രണ്ടാൾ അമൗണ്ട് നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടി എന്നുള്ള മീനിങ് വരും. ഇത് തനിച്ചും ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്തിട്ടും ചെയ്യാം. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഈ വർഷത്തിൽ നമ്മൾ സാലറി ഒരു 10,000 കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കാനുള്ളതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ജേണലിലാണ്. അതുപോലെ ഡെപ്രിസിയേഷനും ഉണ്ട്, അതും നമ്മൾ ചെയ്യേണ്ടത് ജേണലിലാണ്. അപ്പോൾ നമ്മൾ ആൾട്ട് സി യൂസ് ചെയ്തിട്ട് സാലറി എന്ന് പറഞ്ഞിട്ടൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. സാലറി നമുക്കറിയാലോ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലാണ് വരിക. സേവ് ചെയ്യുക. സാലറീൻ്റെ അമൗണ്ട് നമുക്ക് 10,000. അടുത്ത സാലറി OS ക്രിയേറ്റ് ചെയ്യുക. അടുത്ത വർഷത്തിലേക്കുള്ളതാണിത്. സാലറി OS ഔട്ട്സ്റ്റാൻഡിങ് തന്നെ കൊടുക്കണേ. ഇത് കൊടുക്കാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? കറണ്ട് ലിയാബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കേണ്ടത്. ഇത് സേവ് ചെയ്യുക. ഇത് ഡെപ്രിസിയേഷനാണ്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ, ഏതെങ്കിലും വിട്ടു പോയിട്ടുണ്ടോ, ടാക്സ് കൊടുക്കാനുണ്ടോ, എല്ലാം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അവസാനം ഡെപ്രിസിയേഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ജേണൽ വൗച്ചർ യൂസ് ചെയ്യാം. ആൾട്ട് സി യൂസ് ചെയ്ത് ഡെപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു എൻട്രി ക്രിയേറ്റ് ചെയ്യാം. ഡെപ്രിസിയേഷൻ നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസിലാണ് വരിക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള എന്ത് സംശയവും നിങ്ങൾ ടെലഗ്രാം ലിങ്ക് ഉണ്ട്, അതുപോലെ വാട്സപ്പ് നമ്പർ ഉണ്ട്, മെയിൽ ID ഉണ്ട്. ഇത് മൂന്ന് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളും അതുപോലെ തന്നെ ടാലി സോഫ്റ്റ്വെയർ ഇല്ലാത്തവർ ആ ടെലഗ്രാം ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാലിൻ്റെ ഡെമോ വേർഷൻ കിട്ടുന്നതാണ്. ഒറിജിനൽ വേർഷനല്ല, ഡെമോ വേർഷനാണ്, എഡ്യൂക്കേഷണൽ വേർഷനാണ്. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ അമൗണ്ട് 10% എന്നാണ് പറയുന്നത്. ഫർണിച്ചർ 15%. അപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ അമൗണ്ട് നമുക്കറിയാം 3,30,000. അപ്പോൾ അതിൻ്റെ 10% എന്ന് പറയുമ്പം 33,000. നെക്സ്റ്റ് ഫർണിച്ചറിൻ്റെ വാല്യൂ ആണ്. ഫർണിച്ചറിൻ്റെ 50,000 15% ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം 7,500 വരും. അവിടെ കൊടുക്കുക. ഇനി കാൽക്കുലേറ്റർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യുക, Ctrl+N കൊടുത്തിട്ട് 50,000 ഇൻറ്റു 15/100 7,500. കാൽക്കുലേറ്റർ ക്ലോസ് ചെയ്യുക. ഈ രണ്ട് വാല്യൂ കൂടെ ആഡ് ചെയ്ത് കിട്ടിയ ഈ 40,500 അത് നമ്മൾ ഇവിടെ കൊടുക്കുക. എന്നിട്ട് എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക. ഇതോടുകൂടെ നമ്മൾ സമ്മ് കഴിഞ്ഞു. ഇനി ആൻസർ ശരിയാണോ ഒക്കെ നോക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോവാം. 48,000 നെറ്റ് ലോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് അമൗണ്ട് നോക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഡിസ്പ്ലേ പോയിട്ട് വാറ്റിൻ്റെ റിപ്പോർട്ട് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര വാറ്റ് കൊടുക്കാനാണോ കിട്ടാനാണോ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് വാറ്റ് റിപ്പോർട്ട് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിസ്പ്ലേ പോയിട്ട് സ്റ്റാറ്റ് റിപ്പോർട്ട് പോവുക. അവിടെ വാറ്റിൽ പോവുക. വാറ്റ് ഫോം 1 എന്നുണ്ടാവും, അല്ലെങ്കിൽ ഫോം 10 എന്നുണ്ടാവും. അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ടോട്ടൽ സെയിൽസ് ചെയ്ത വാല്യൂ ഇതാണ്. അതിൻ്റെ ടാക്സ് എമൗണ്ട് ഇത്രയാണ്. അപ്പോൾ 557.50 ഇതാണ് നമ്മൾ ടോട്ടൽ ഗവൺമെൻറ്റിന് അടയ്ക്കേണ്ട ടാക്സ്. അതിൽ നമ്മൾ പർച്ചേസ് ചെയ്ത എമൗണ്ടാണിത്. അതിൽ ടോട്ടൽ നമുക്ക് പർച്ചേസ് ചെയ്ത സമയത്ത് നമ്മൾ പേ ചെയ്ത വാറ്റ് എമൗണ്ടാണ് 518.75 പൈസ. അപ്പോൾ നമ്മൾ വാറ്റ് പേ ചെയ്യേണ്ടത് 38.75 പൈസ നമ്മൾ ഗവൺമെൻറ്റിന് പേ ചെയ്താൽ മതി. 557.50 നമ്മൾ ഓൾറെഡി സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടി. സെയിൽ ചെയ്തപ്പോൾ നമുക്ക് കിട്ടി. പക്ഷേ പർച്ചേസ് ചെയ്തപ്പോൾ നമ്മൾ ഓൾറെഡി 518.75 പൈസ നമ്മൾ പേ ചെയ്തു. ബാലൻസ് ഉള്ളതാണ് വാറ്റ് പേയബിൾ ആയിട്ട് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ കാൽക്കുലേറ്ററിൽ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. 557.50 പ്ലസ് 518.75 ഇത്രയും കൊടുക്കുക. എന്നിട്ട് കാൽക്കുലേറ്റർ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഇതെങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഹെഡിങ് വാറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. വാറ്റ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വൗച്ചറിൽ പോവുക. ആദ്യം ജേണലിൽ പോവുക. ജേണലിൽ ഔട്ട്പുട്ട് വാറ്റ് ഡെബിറ്റിൽ, എപ്പോഴും ഔട്ട്പുട്ട് വാറ്റ് ഡെബിറ്റിലാണ് വരേണ്ടത്. 557 വാറ്റ് നമ്മൾ കൊടുക്കാനുണ്ടെങ്കിലും വാറ്റ് റീഫണ്ടബിൾ ആണെങ്കിലും ഒക്കെ നമ്മൾ എപ്പോഴും ഔട്ട്പുട്ട് വാറ്റാണ് ഡെബിറ്റിൽ കൊടുക്കേണ്ടത്. 557.50. ഇനി ഇൻപുട്ട് വാറ്റ്. ഇൻപുട്ട് വാറ്റ് നമുക്ക് അറിയുന്നില്ലെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും.
518.75 പൈസ. അപ്പോൾ 518.75 പൈസ കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടത് വാറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് എന്നോ അല്ലെങ്കിൽ വാറ്റ് പേയബിൾ എന്നോ പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വാറ്റ് പേയബിൾ, നമുക്ക് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് ആണ് വരിക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കേണ്ട, വാറ്റ് എന്ന് മാത്രം കൊടുക്കുക, സേവ് ചെയ്യാം. അപ്പോൾ 38.75 ഇവിടെ വന്നു. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി നമ്മൾ വാറ്റിനെ പേ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇനി പേയ്മെൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പേയ്മെൻറ്റ് വൗച്ചർ എടുക്കുക, വാറ്റ് പേയബിൾ എന്നുള്ളതിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് വരും 38.75 പൈസ. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ബാലൻസ് ഷീറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് Alt F1 പ്രസ് ചെയ്യാം. ബാലൻസ് ഷീറ്റ് വരെ Alt F1 പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ലയബിലിറ്റി സൈഡിലായിട്ട് നമുക്ക് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് 38.75 പൈസ നമ്മളെ ലയബിലിറ്റി ആയിട്ട് കാണിക്കും. അപ്പോൾ ഇതിവിടെ ഉണ്ടാവാൻ പാടില്ല, അതിന് നമ്മൾ പേ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഫില്ലിംഗ് എന്നൊക്കെ പറയാറില്ലേ, ഇലക്ട്രോണിക് ഫില്ലിംഗ് ആണ്. നമ്മളിത് മാനുവലായിട്ട് എങ്ങനെ ഈ ഫില്ലിംഗ് ചെയ്താലും നമ്മൾ വന്നിട്ട് സിസ്റ്റത്തിൽ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ സിസ്റ്റത്തിൽ നമ്മളിത് ആദ്യം അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞു, പിന്നെ അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പേയ്മെൻറ്റ് എടുക്കുക. വാറ്റ് പേയബിൾ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ടോട്ടൽ എമൗണ്ട് 38.75 പൈസ അതിവിടെ കൊടുക്കുക. ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ക്യാഷ് കൊടുക്കുക, ക്യാഷ് ആയിട്ടാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ക്യാഷ്, ചെക്കായിട്ടാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ബാങ്കിനെ ചൂസ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റ് എമൗണ്ട് നോക്കുക. ആ ബാലൻസ് ഷീറ്റ് എമൗണ്ട് 4,68,137.50. അപ്പോൾ ഇതാണ് നമ്മളെ വാറ്റ്, വൺ ടൈപ്പ് ഓഫ് വാറ്റ്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വാറ്റ് വരുമ്പോൾ എങ്ങനെ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരായിരം നന്ദി അറിയിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ആയി കണ്ടുമുട്ടുന്നവരെ എല്ലാവരോടും ബൈ.